ഹായ് ഗൈസ്, നബൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ ഞാനും നെജുവും കൂടി ഒന്ന് ടൗണിൽ പോകേണ്ട പരിപാടിയിലായിരുന്നു. ആ പോകുന്ന സമയത്ത് തന്നെ ഉപ്പാൻ്റെ ഷോപ്പിലൊന്ന് കയറി. ഉപ്പ് ഷോപ്പൊന്ന് അടക്കാൻ പറഞ്ഞ്. ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ ഷോപ്പ്. പഴയ കെട്ടിടമെല്ലാം പൊളിച്ചെടുത്ത് അതിൻ്റെ മരമെല്ലാം വെക്കുന്ന പരിപാടിയാണ്. അങ്ങനെ അത് പൂട്ടി ഞാൻ നെജീൻ്റെ അടുത്തെത്തി. നെജീൻ്റെ വീട്ടിൽ കയറി വെക്കുമ്പോൾ അവനെ നമ്മളെ ബ്ലോഗ് കാണായിരുന്നു. അപ്പോൾ അവിടെ നല്ല ജ്യൂസെല്ലാം കുടിച്ച് പിന്നെ നെജീൻ്റെ വീട്ടിൻ്റെ മുറ്റത്തെല്ലാം ഇറങ്ങി സപ്പോട്ട മരമെല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് പഴത്തിനോ നോക്കി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വിട്ട് നമ്മൾ പിന്നെ വണ്ടികളുടെ അടുത്തേക്ക് നടന്ന് അവിടെ വണ്ടി നിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നജീറും ഞാനും പോകാൻ ഒരുങ്ങി. അങ്ങനെ പോവാണ്. ഇനി നമ്മൾ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അമ്മായി നമ്മളെ വിളിച്ചിട്ടുണ്ട്. അമ്മായി അവിടെ നല്ല ഫുഡും കാര്യങ്ങളെല്ലാം ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. പോകുന്ന വഴിക്ക് നല്ലൊരു മഴയങ്ങ് പെയ്ത്. അപ്പോൾ നമ്മൾ സൈഡിലൊന്ന് അങ്ങനെ മഴ നിന്നേരം നമ്മൾ പിന്നെയും വിടാൻ തുടങ്ങി. ഇതാണ് നമ്മളെ ഗുംട്ടി എന്ന് പറയുന്ന സ്ഥലം. ഇത് നമ്മൾ ഇവിടുന്ന് മുഴപ്പിലങ്ങാടിലേക്കാണ് പോകുന്നത്. ആ വഴിയാണ് ബൈപ്പാസ് കയറാൻ വേണ്ടി. അങ്ങനെ ബൈപ്പാസ് കയറി. ബൈപ്പാസിലെ കാഴ്ചകൾ നല്ല അടിപൊളിയായിരുന്നു. സൂര്യനെല്ലാം അസ്തമിക്കാനായിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞ പാടായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് മുഴപ്പിലങ്ങാട് കൊളംബസാറാണ് നമ്മളെ അമ്മായിൻ്റെ വീട്. അങ്ങനെ അവിടത്തേക്ക് പോയി. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ പിന്നെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ പിറ്റേന്ന് തന്നെ രാവിലെ തന്നെ പിന്നെയും നമ്മൾ ടൗണിൽ പോകേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. നാളെ നമ്മൾ കാസർഗോഡ് സുള്ളിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിക്കെല്ലാം വേണ്ടി ടിക്കറ്റ് അന്വേഷിക്കാൻ വേണ്ടി ട്രെയിൻ അന്വേഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നജീറിൻ്റെ പോകുന്ന വഴിക്കാനുണ്ട് ഒരു മൈല് നടന്ന് കളിക്കുന്നുണ്ട്. ഇത് നല്ല പോസാണോ? അതിന് മനസ്സിലായി നമ്മളൊന്നും ചെയ്യില്ല, നമ്മൾ പാവങ്ങൾ. ചങ്ങായി പീലി വിടർത്തടാ. എന്ത് പിന്നെ അതിനെയും കുറച്ച് നോക്കി നിന്ന് അതിനോടെല്ലാം കളിച്ച് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് പിന്നെ അവിടുന്ന് നമ്മൾ വിട്ട്. പിന്നെ ഉമ്മ മീൻ വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മാക്ക് മീൻ വാങ്ങിക്കൊടുത്ത് പിന്നെ വണ്ടിയിൽ പെട്രോളൊന്നും അടിക്കാനോ പെട്രോൾ അടിച്ച് പിന്നെ നമ്മൾ ടൗണിലേക്ക് വിട്ടു. അങ്ങനെ ടൗണിൽ പോയി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്നായി പിന്നെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളിത് കാസർഗോഡ് പോകാൻ വേണ്ടി ഓട്ടോറിക്ഷ വിട്ടു. അങ്ങനെ ഇത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. നമ്മൾ ട്രെയിൻ തന്നെയാണ്. നെജീൻ്റെ വണ്ടിക്ക് പണി കിട്ടിയോണ്ട് ഇപ്പം ട്രെയിനിൽ തന്നെയാണ് ഫുള്ള് യാത്ര. ഇപ്പം നെജീൻ്റെ കല്യാണത്തിന് ഞാനില്ലായിരുന്നു. അതുകൊണ്ട് നെജീൻ്റെ ഭാര്യൻ്റെ വീട് സുള്ളിയാണ്. അപ്പോൾ അവിടെയെല്ലാം ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് നമ്മൾ പോവാണ്. ഒന്ന് പറയാൻ മറന്നു, ഞാനും നെജീൻ്റെ വൈഫും ഉണ്ട് ഇപ്രാവശ്യത്തെ യാത്രയിൽ. അവളെ കുടുംബത്തിലാണ് ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകണം. അതിന് നമ്മൾ ട്രെയിനിൽ യാത്ര തുടങ്ങിയത്. അവർ രണ്ടാളും അവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം ഇങ്ങനെ കാണുകയാണ്. ട്രെയിനിന് നല്ല ഭംഗിയുണ്ട്. പുഴകളും കാടും എല്ലാം ഉണ്ട്. ട്രെയിനിൽ ഇങ്ങനെ പോകുന്ന നല്ല കാഴ്ച കാണാൻ നല്ല രസമാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴയെല്ലാം പെയ്തിന്. കുറച്ച് ദൂരം കഴിഞ്ഞ് ഒരു പുഴയെത്തി. പുഴക്കരയിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. എന്തോ കമ്പനി പോലത്തെ എന്തോ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. പിന്നെ ഇതാ മലയും പാടങ്ങളും എല്ലാം കാണുന്നുണ്ട്. നാച്ചുറൽ ബ്യൂട്ടിയാണ്. പിന്നെ അങ്ങോട്ടേക്ക് ട്രെയിനിൽ പോകുമ്പോൾ ഇതാണ് കൂടുതൽ നാച്ചുറലായിരിക്കും. ഫുള്ള് പറമ്പും കൃഷിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ട്രെയിൻ അവസാനം കാസർഗോഡ് എത്തി. കാസർഗോഡ് നിന്ന് പിന്നെ നമുക്ക് പോകാനുണ്ട്. പിന്നെ നമുക്കൊരു ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ ഓട്ടോ പിടിച്ച് ബാങ്കിലേക്ക് വിട്ട് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം എന്തായാലും ഉണ്ടാവുമല്ലോ. കാസർഗോഡേക്ക് പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. പക്ഷേ വേറെ റിസ്ക് എന്ന് വെച്ചാൽ ഇവിടുന്ന് പിന്നെ 1.25 മണിക്കൂർ ഇനിയും പോകാനുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. നല്ല സാധാ ചോറും മീൻകറിയും പച്ചക്കറിയും വറവും നല്ല അയില പൊരിച്ചതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല നാടനൂണ്. ഞാൻ വിചാരിച്ചില്ല നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കാസർഗോഡ് ഭാഗത്തെല്ലാം വന്ന് ഇങ്ങനത്തെ ഊണ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ നല്ല അടിപൊളി സംഭവം തന്നെ കിട്ടി. നമ്മൾ കയറിയ ഹോട്ടൽ മോശമില്ല. അങ്ങനെ നമ്മൾ 3 ഫുഡ് കഴിച്ച് ഓട്ടോ എടുത്ത് അങ്ങനെ ഓട്ടോയിൽ നമ്മൾ ബാങ്കിൻ്റെ സ്ഥലത്തെത്തി. അങ്ങനെ ബാങ്കിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ മേലെ പോയിട്ടുണ്ട് ബാങ്കിന്. അങ്ങനെ ബാങ്കിൻ്റെ കാര്യങ്ങൾ പിന്നെ ഓട്ടോറിക്ഷ എടുത്ത് നമ്മളിപ്പം പോകുന്നത് KSRTC ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ഇവിടുന്ന് ഏകദേശം 1.25 മണിക്കൂറുണ്ട് സുള്ളിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. കർണാടക ഏരിയ ആണ് വരിക. ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നജീർ ലഗേജ് എല്ലാം ഇറക്കുന്നുണ്ട്. 2-3 ബാഗുണ്ട്. എൻ്റെ ഒരു ബാഗുണ്ട്, അവരെ ബാഗുണ്ട്.
പിന്നെ ഒരു പുതുമ എന്ന് വെച്ചാൽ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ ഫുള്ള് ലോട്ടറി പീടിക കണ്ടത്. അപ്പോൾ ഒരു ആകാംക്ഷ കൊണ്ട് നമ്മളും വെറുതെ നോക്കി ലോട്ടറി കാര്യങ്ങളെല്ലാം. പിന്നെ ഇതാ ബസ്സെല്ലാം ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ പോകേണ്ട വഴിക്കുള്ള സുള്ളി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് പുറത്തെ കാഴ്ച, നല്ല മഴയുണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരുന്ന് ബസ്സിലെല്ലാം ആൾ കയറി. അങ്ങനെ ബസ് വിടാൻ തുടങ്ങി. അങ്ങനെ കാസർഗോഡ് മറ്റേ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ന്യൂ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് നേരം നിർത്തി. അങ്ങനെ അവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പുറത്ത് നോക്കി ഇങ്ങനെ ഇരുന്ന് പിന്നെ ബസ് വിടാൻ തുടങ്ങി. ശരിക്കും ഇത് മലപ്രദേശമാണ്. ഇങ്ങനെ മല കയറി ചുരം കയറി അങ്ങനെ ഇറങ്ങിയിട്ടാണ് ബസ് പോകുന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വേറെ തന്നെ വെറൈറ്റി അനുഭവമായിരുന്നു. വെറുതെ അല്ല യാത്ര ഇങ്ങനെ ചെയ്യുന്ന എല്ലാവരും. എന്താ വെച്ചാൽ യാത്ര ഏത് ബസ്സിലാണെങ്കിലും എന്തിനാണെങ്കിലും ഇങ്ങനെ വേറെ വേറെ നാട്ടിൽ പോകുമ്പം വേറെ തന്നെ ഒരു അനുഭവമാണ് നമുക്ക്. അങ്ങനെ ബസ് ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കുറച്ച് കാഴ്ചകൾ കണ്ടോളൂ. അങ്ങനെ നമ്മൾ എത്തുമ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ നജീൻ്റെ വൈഫിൻ്റെ വീട്ടിലെല്ലാം പോയി എല്ലാവരെയും കണ്ട് പിന്നെ നേരെ നമ്മൾ കല്യാണ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. 7 മണി 8 മണി അങ്ങനെ ആയിട്ടുണ്ട് രാത്രി. അങ്ങനെ നമ്മൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങനെ ഫുഡ് കഴിക്കേണ്ട പരിപാടിയില്ല. നല്ല മന്തിയായിരുന്നു, ചിക്കൻ മന്തി. അങ്ങനെ ചിക്കൻ മന്തിയെല്ലാം കഴിച്ച് പിന്നെ അവിടുത്തെ പരിപാടികളെല്ലാം ഇങ്ങനെ കാണാൻ മതി. നല്ല പാട്ടും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പാടുന്നുണ്ട് പിള്ളേർ. മുട്ടിപ്പാട്ടാണ് അവിടെ ഉള്ളത്. അങ്ങനെ അതെല്ലാം കണ്ട് ഇങ്ങനെ ഇരുന്ന് പിന്നെ അവിടെ പലതരം ചായകൾ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നുണ്ട്, പല ഫ്ലേവറിലായിട്ട്. അതും അവിടെ നിന്ന് കുറച്ച് ട്രൈ ചെയ്തു. കുറച്ച് കഴിഞ്ഞാൽ നജീറിനെ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി പാടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് നോക്കിയിട്ട് അവൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാനും അവിടെ നിന്നു. പിന്നെ പാട്ടെല്ലാം നിർത്തി പിന്നെ ഡാൻസിലേക്ക് പോയി. അവിടെ അവരെ കേക്കും കാര്യങ്ങളും എല്ലാം മുറിക്കുന്നുണ്ട്. അങ്ങനെ ഡാൻസിൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ആണുങ്ങളും നല്ല പൊരിഞ്ഞ ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ടയേർഡായി. പിന്നെ നെജുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്, വൈഫ് ഹൗസിലേക്ക്. അപ്പോൾ മറ്റന്നാളെയാണ് കല്യാണം, നാളെ ഹൽദിയാണ്. അപ്പോൾ താങ്ക് യു ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം ബാക്കി.